ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഇത്. ഇനി ഞങ്ങൾക്ക് മൺഡേ തൊട്ട് നൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ചായഹട്ടിലോട്ട് പോകുകയാണ്. ഞാൻ സീതയുടെ പല്ലേ കമ്പി ഇട്ട്, അതുകൊണ്ട് സീതയ്ക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കമ്പി കാണിച്ചു സീത. ഞങ്ങളുടെ ചായഹട്ടിലോട്ട് ഞങ്ങൾ പോകാൻ, ഇന്നും കൂടെ ഞങ്ങൾക്ക് ചായഹട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇന്നെന്തോ കഴിക്കാൻ സ്നേഹം എന്തോ കഴിക്കണം? വെറൈറ്റി ആയിട്ട് കേക്ക് കഴിക്കാൻ. വെറൈറ്റി ആയിട്ട് എഗ് പപ്സ്, ചിക്കൻ സമൂസ. ഞങ്ങളിതാണ് കഴിക്കാൻ വാങ്ങിച്ചത്. എനിക്ക് വെള്ളമില്ല. സോഡാ സർവത്തിന് ഒരു രക്ഷയില്ല. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. സീതയുടെ അപ്പൂപ്പൻ സീതയുടെ തലയുടെ മേളിൽ ഇരിപ്പുണ്ട്. സീത, അപ്പൂപ്പനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളുടെ പട്ടിക്കുട്ടന്മാരെ നോക്കൂ. ഒരുത്തി അവിടെ ഇരിക്കുന്നത് കാണാമോ ഗൈസ്? ഞാനില്ലാണ്ട് വന്നതാണ്. സ്നേഹം ബിസ്ക്കറ്റാ? ബിസ്ക്കറ്റ് കൊള്ളാമല്ലേ? ഇതാണ് ഞങ്ങളുടെ കല്യാണ പെണ്ണ്. ഞങ്ങളുടെ കത്രികയാണിപ്പോ. ഗൈസ്, അപ്പം അപർണ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ അപർണ കുറച്ച് നാളുകൊണ്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. അതെ, കുറച്ചധികം താമസിച്ചാ വന്ന കാരണം ഈയിടയിലായിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു, കത്രികയുടെ കേസ്. ആലപ്പുഴ വണ്ടാനം അമ്മായിയായിരുന്നു അത്. എല്ലാം മാറി ഓക്കെ. അതെ, അപർണയുടെ അമ്മ ഓക്കെ ആയി. ഞങ്ങള് പറക്കിന് കയറാൻ പോകണം കേസ്. എടുക്കായിരുന്നു, പക്ഷെ കാറ് കളിക്കുന്നു. വെള്ളിയായിട്ട് ഞങ്ങൾക്ക് ഇന്ന് വേറെ ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പൈപ്പിലോട്ട് പോവാം. ഇനി അവിടുന്ന് ബസ് കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത വ്ലോഗ് കണ്ടിന്യൂ ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പം ഞങ്ങളിപ്പം എങ്ങോട്ടും എവിടെ ബസ് ഉണ്ടായിരുന്നോ? റെഡി കിടപ്പുണ്ടായിരുന്നു. അടിച്ചു പോയി. സ്നേഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളെങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് ഇവിടെ ഞങ്ങൾ ഒരുപാട് ഇതിലോട്ടൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കയറുമ്പോൾ സാധനങ്ങൾ കേൾക്കുന്നുണ്ട്, അഞ്ചുമ്പോൾ കേൾക്കുന്നുണ്ട് ഇറങ്ങിയെടുക്കും. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്, പൈപ്പ് ലൈനിൽ. പക്ഷെ ഇവിടെ ബസ്സില്ല, പോസ്റ്റാണ് പോസ്റ്റാണ് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ഈ ഒരു ടൈമിൽ എത്തിയാൽ ആലപ്പുഴ പിടിക്കാൻ പറ്റത്തുള്ളൂ. അവിടെയും വലിയ ദുഃഖവള്ളി ആയിരിക്കുമല്ലോ, അവിടെയും ബസ് നടത്തില്ല. ചിരിക്കുകയാണ് കേസ്. എന്ത് സത്യത്തിൽ ഭയങ്കരമായിട്ടും കുഴഞ്ഞ് ഞങ്ങൾ ദുഃഖവള്ളിക്ക് പോലും നമുക്ക് പണിയാണ്. അവിടേക്ക് വലിയ ചൂടത്ത് കിടന്ന് കഷ്ടപ്പാടുമാണ്.
ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ലത് സംഭവിക്കും. ഇല്ലെങ്കിൽ അതല്ല കാര്യം. വർക്ക് ഫ്രം ഹോം അറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നെഗളിപ്പ് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പണിയെടുക്കേണ്ടി വരും. കാരണം മതി നെഗളിപ്പാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സീത ഓൾറെഡി ചെയർ വാങ്ങിച്ചിട്ട് വീട്ടിൽ അതെ കാട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കിട്ടി ഇതുപോലുള്ള ആഭാസ്കരങ്ങളൊന്നും നിങ്ങൾ കാണേണ്ടി വരത്തില്ല ഗൈസ്. ഇതിന്റെ ഓണർ വേറെയാണ്. പുറകെ ഒളിച്ചിരിക്കും. എപ്പോഴും നമുക്ക് ഒളിച്ചിരിക്കണം. ഞങ്ങളെ വിറ്റോട് പൈസ വാങ്ങിക്കുവാണ്. ഇതിപ്പോ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾ കട്ട് ചെയ്യാതെ ഗൈസ്. ഇത് ഓണറിന്റെ നാക്ക്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആയിപ്പോയി. ഞാനും സീതയാണ് എയറിൽ എപ്പോഴും കയറുന്നത്. കയറുക എന്നല്ല, ഞങ്ങൾ ഇറക്കമില്ല. ഞങ്ങൾക്ക് എന്നീ ഡ്രസ് ഇട്ടാലും ബ്ലോഗ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഇതൊരു മടിയാണ്. ഞാനൊരു അക്കൗണ്ട് തുടങ്ങാമെന്നാണ് ഗൈസ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗൈസ് ഞങ്ങൾക്ക് ബാക്കിലിരിപ്പുണ്ട്. ഞങ്ങൾ ആലപ്പുഴ എത്തി. സീത അഞ്ചൊക്കെ പോയി. അഞ്ചൊക്കെ ഇറങ്ങി. ഞങ്ങളിപ്പോൾ ആലപ്പുഴ എത്തി. ഇപ്പോൾ സ്റ്റാൻഡ് ഇറങ്ങും. ഞാൻ നേരെ ആലപ്പുഴ അമ്പലപ്പുഴയുണ്ട്. അടുത്തൊരു വീഡിയോയിൽ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഗൈസ് ഇപ്പം നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആരാന്ന് വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അയാളും കൂടെ വന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി എടുക്കുക. എന്നാലും കുഴപ്പമില്ല, വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇത് സ്പെഷ്യലാണ്. ആർക്കും ഇല്ല. അത് വരട്ടെ, വരുമ്പോൾ കാണിക്കാം. ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ടെന്നാ. എന്തായാലും ഇതൊക്കെ ഇപ്പൊ എടുത്തത് പിടിക്കാവള്. ഇതാണ് നമ്മൾ പറഞ്ഞ അതിഥി. ഒരാളെ കാണാൻ വരുമെന്ന് പറഞ്ഞത്. വെയില് കാരണമാണ്, ആരും വിചാരിക്കണ്ട വേറൊന്നും. You're from another planet. I've never felt like